നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആദ്യത്തെ ജനകീയ സദസ്സ് പുതുക്കാട് മണ്ഡലത്തിൽ നടന്നു. പുതുക്കാട് അടിപ്പാതയ്ക്ക് പ്രാഥമിക അനുമതി ലഭിച്ചതായി KK രാമേന്ദ്രൻ MLA. KSRTC സ്റ്റാൻഡിന് 7.24 ലക്ഷം രൂപയും അനുവദിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ചിൽ ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് 15ഓളം കാട്ടാനകൾ തമ്പടിച്ചത് ജനങ്ങളെ ഭീതിയിലാക്കി. ശക്തമായ മഴയിലും കാറ്റിലും ചെങ്ങാലൂരിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. വെള്ളിക്കുളങ്ങര മോനടി വഴിയിൽ ഓട്ടോറിക്ഷകൾക്ക് മേൽ മരം വീണു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇഞ്ചക്കുണ്ടിൽ കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആദ്യത്തെ ജനകീയ സദസ്സ് പുതുക്കാട് മണ്ഡലത്തിൽ നടന്നു. പുതുക്കാട് മണ്ഡലത്തിലെ പൊതുഗതാഗത മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി നടത്തിയ പുതുക്കാട് മണ്ഡലം ജനകീയ സദസ്സ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യത്തെ ജനകീയ സദസ്സാണ് പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലെയും പൊതുഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ജനകീയ സദസ്സിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, TS ബൈജു, N മനോജ്, അജിത സുധാകരൻ, അശ്വതി VB, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI പുതുക്കാട് മണ്ഡല സെക്രട്ടറി PK ശേഖരൻ, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, തൃശൂർ RTO ജെബി ഐ ചെറിയാൻ, JRTOമാരായ KA രാജു, KV സിന്ധു, MVD ഇൻസ്പെക്ടർമാരായ VS സിൻഡോ, KT ശ്രീകാന്ത്, PP ജയരാജ്, വരന്തരപ്പള്ളി SHO, പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ MS സോമൻ എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ടോൾ പ്ലാസ പ്രതിനിധി ചിദംബരം, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയ നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ഡലത്തിലെ പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ബസ് റൂട്ടുകൾ കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ബസ് റൂട്ടുകളിൽ ഇപ്പോൾ സർവീസ് നടത്താത്തതുമായ റൂട്ടുകളിൽ ആവശ്യമായ പുനഃപരിശോധന നടത്തി അർഹമായ അനുമതി ലഭ്യമാക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശിച്ചു. യോഗം ജനകീയ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. പുതുക്കാട് മണ്ഡലം ജനകീയ സദസ്സിൽ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തു. തുടർ നടപടിയുടെ നടത്തിപ്പിനായി കമ്മിറ്റിയും രൂപീകരിച്ചു. KSRTC തൃശൂർ, പുതുക്കാട് ഡിപ്പോകളിൽ നിന്ന് കോവിഡിന് മുൻപ് പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നടത്തിയിരുന്ന സർവീസുകൾ പുനരാരംഭിക്കണം. ടൂറിസ്റ്റ് കേന്ദ്രമായ ചിമ്മിനി ഡാം മേഖല, വെള്ളിക്കുളങ്ങര, കോടാലി, മുപ്ലിയം, ചെങ്ങാലൂർ, വെള്ളാനിക്കോട്, നെല്ലായി, വയലൂർ, പാഴായി, തൊട്ടിപ്പാൾ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നേരത്തെയുണ്ടായിരുന്ന സർവീസ് പുനരാരംഭിക്കണം. KSRTC സർവീസ് നടത്താത്ത റൂട്ടുകളിൽ പുതിയ പ്രൈവറ്റ് ബസ് പെർമിറ്റ് നൽകണം. ഇതിനായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ബസ് ഉടമകളുമായും ചർച്ച നടത്തണം. ടോൾ പ്ലാസ സമീപ പ്രദേശങ്ങളിലെ അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കണം. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് നേരത്തെയുണ്ടായിരുന്ന KSRTC സർവീസുകൾ പുനരാരംഭിക്കണം എന്നിവയായിരുന്നു യോഗത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. KK രാമചന്ദ്രൻ MLA ചെയർമാനും തൃശൂർ RTO കൺവീനറും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സ്ക്രൂട്ടിനി കമ്മിറ്റി രൂപീകരിച്ചു. പുതുക്കാട് ഉയരം കൂടിയ അടിപ്പാതയ്ക്ക് പ്രാഥമിക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു.
അപകടങ്ങൾ പതിവായ പുതുക്കാട് ജംഗ്ഷനിൽ ഉയരം കൂടിയ അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റിയുടെ പ്രാഥമിക അനുമതി ആയതായും ഇതിനായി വിപുലമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കുമെന്നും NHAI പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ അറിയിച്ചതായി KK രാമേന്ദ്രൻ MLA അറിയിച്ചു. MLAയുടെയും മുൻ MPയുടെയും ദേശീയപാത അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനകളുടെയും വിവിധ യോഗങ്ങളുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപകട സാധ്യത കൂടിയ പുതുക്കാട് ജംഗ്ഷനെ റെഡ് സോണിൽ ഉൾപ്പെടുത്തുകയും മേൽപ്പാല നിർമ്മാണത്തിന് നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ NHAI പുതുക്കാട് ജംഗ്ഷനിൽ ഉയരം കൂടിയ അടിപ്പാത നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചു വരുന്നത്. പുതുക്കാട് KSRTCക്ക് ഓൺലൈൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് MLA ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്ന് KK രാമേന്ദ്രൻ MLA അറിയിച്ചു. ഇന്റർനെറ്റിനും കമ്പ്യൂട്ടറിനും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി 7.24 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. നമ്മുടെ KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ ഓഫീസ് പ്രവർത്തനം കൂടുതൽ മികച്ചതാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കുള്ള സേവനം അതുപോലെ ജീവനക്കാരുടെ സേവനം കൂടുതൽ മികച്ചതാക്കുന്നതിന് വേണ്ടി പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് 7,24,000 രൂപ അനുവദിക്കാമെന്ന് KSRTC അറിയിക്കുകയാണ്. വെള്ളിക്കുളങ്ങര റേഞ്ചിൽ ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് 15ഓളം കാട്ടാനകൾ തമ്പടിച്ചത് ജനങ്ങളെ ഭീതിയിലാക്കി. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാവിലെയുമായാണ് ആനകൾ കാടിറങ്ങിയത്. കാട്ടാനക്കൂട്ടം സോളാർ വേലി തകർക്കുകയും ചെയ്തു. പരുന്തുപാറ കാരിക്കുളം റോഡിലേക്ക് മരം പിഴുതെറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ വനപാലകരെത്തിയാണ് തടസ്സം നീക്കിയത്. ശക്തമായ മഴയിലും കാറ്റിലും വെള്ളിക്കുളങ്ങര മോനടി വഴിയിൽ ഓട്ടോറിക്ഷകൾക്ക് മേൽ മരം കടപുഴകി വീണു. പഞ്ചായത്ത് റോഡിന് സമീപം നിന്നിരുന്ന ബദാമരം ഓട്ടോ സ്റ്റാൻഡിലേക്ക് കടപുഴകി വീണു. കൊളങ്ങരപ്പറമ്പിൽ സജീവിന്റെയും കാരാപ്പാടം രാജുവിന്റെയും ഓട്ടോയുടെ മുകളിലേക്കാണ് വീണത്. ഓട്ടോകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. ശക്തമായ കാറ്റിലും മഴയിലും ചെങ്ങാലൂരിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുണ്ടുകടവ് കരിബക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ മുകളിലേക്കാണ് തേക്ക് മരം വീണത്. ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, വാർഡംഗങ്ങളായ ഷാജു കാളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, വില്ലേജ് ഓഫീസർ KR ബിന്ദു എന്നിവർ സ്ഥലത്തെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, റോഡിലെ മരണക്കുഴികൾ ഉടൻ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP മേഖലാ പ്രസിഡന്റ് K രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. KK സത്യൻ, സലീൽ കുണ്ടനി, KK രാജൻ, AK പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു. BJP നേതാക്കളായ TS അനിൽ തെക്കൂട്ട്, VR പരമേശ്വരൻ, അജിതൻ നെല്ലിപ്പറമ്പിൽ, മോഹൻദാസ് മുളയ്ക്കൽ, CA രഞ്ജിത്ത്, ഗോപി അമ്മുകുളം, ജയൻ കാരിക്കോട്ട്, രജീന്ദ്രൻ നെല്ലിപ്പറമ്പിൽ, ഓമനക്കുട്ടൻ TK, അനിൽകുമാർ, ജയദേവൻ, ബാബു കേശവൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ആരാധനായ അധ്യക്ഷൻ ഇവിടെ വിവരിക്കുകയുണ്ടായി. നമുക്കറിയാൻ സാധിക്കും, ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മരണക്കെണികളായിട്ടുള്ള റോഡിലെ കുഴികളാണ്. എല്ലാ മേഖലയിലും ദിനം പ്രതി നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നതാണ്. ഈ മരണക്കുഴികളിൽ വീണുകൊണ്ട് നിരവധിയായ ആളുകൾ മരണമടയുന്നു, അപകടത്തിലേർപ്പെടുന്നു എന്നുള്ള കാര്യം. റോഡിന് വേണ്ടി ഇത്രയധികം പൈസ ചെലവാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പദ്ധതികൾ നമുക്കറിയാൻ സാധിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന വരന്തരപ്പള്ളി മുതൽ ജനതാ സ്കൂളിന്റെ പരിസരം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP വരന്തരപ്പള്ളി മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുകയാണ്. തികച്ചും
ജനാധിപത്യ വിശ്വാസികൾ, എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ പ്രതിഷേധ മാർച്ചിൽ സഹകരിക്കണമെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കർഷക ഗ്രാമമായ ഇഞ്ചക്കുണ്ടിൽ കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇഞ്ചക്കുണ്ട് പാരീഷ് ഹാളിൽ ഉച്ചയ്ക്ക് 1:30 വന്യമൃഗശല്യത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാർ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. റിട്ടയേർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, PG വനഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് AV രഘു എന്നിവർ വിഷയ അവതരണം നടത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി K രാജൻ 1 വർഷത്തോളം നീളുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, അശ്വതി ബിബി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ, NP അഭിലാഷ്, ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ കൺവീനർ റോയ് ജോസഫ്, വൈസ് ചെയർമാൻമാരായ CK ഗോപാലൻ, സതീശൻ എടമുറ്റത്ത് എന്നിവർ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, ഇഞ്ചക്കുണ്ട് ദേശത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ 75ാം വാർഷിക ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പൂർവികർ കാടും മലയും ഒക്കെ താണ്ടി വന്ന് ഒരു ദേശമാക്കി ഇഞ്ചക്കുണ്ടിനെ വാർത്തെടുത്തതിൻ്റെ ഒരു അനുസ്മരണമാണ് ഈ കുടിയേറ്റ വാർഷികത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. 1 വർഷം നീളുന്ന നീണ്ട പരിപാടികളോടെയാണ് നമ്മൾ ഈ 75ാം വാർഷികം ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ശനിയാഴ്ച 27-ാം തീയതി ഉച്ചതിരിഞ്ഞ് 1:30 ഇഞ്ചക്കുണ്ട് ദേവാലയത്തിൻ്റെ പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. വിളംബര ജാഥ 26-ാം തീയതി 75 ബൈക്കുകളുടെ 75 വർഷം സൂചിപ്പിക്കുന്ന 75 ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ഇഞ്ചക്കുണ്ട്, വെള്ളാരമ്പാടം, മുപ്ലിയം, ഉപ്പുഴി, അത് 5 മണിക്ക്, ചെമ്പിയറ, കോടാലി, മുരിക്കിങ്ങൽ, അത് ഇഞ്ചക്കുണ്ട് ആൽത്തറ ജംഗ്ഷനിൽ തുടങ്ങും, പള്ളിയിലൂടെ അവസാനിക്കും. കേന്ദ്ര ബജറ്റ് കോർപ്പറേറ്റ് പ്രീണനവും കേരളത്തോടുള്ള അവഗണന നിറഞ്ഞതാണെന്നും ജനവിരുദ്ധ നയങ്ങളുടെ തുടർച്ചയാണ് ബജറ്റ് എന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്. ആമ്പല്ലൂരിൽ CPI AIYF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. KM ചന്ദ്രൻ, CU പ്രിയൻ, PM നിക്സൺ, TK ഗോപി, AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ്, VK ബിനീഷ്, KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര ബജറ്റിനെതിരെ CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റ് കോർപ്പറേറ്റ് പ്രീണനവും തൊഴിലാളി വിരുദ്ധവുമാണെന്നും ജനവിരുദ്ധ നയങ്ങളുടെ തുടർച്ചയാണെന്ന് ബജറ്റെന്നും CU പ്രിയൻ പറഞ്ഞു. CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ്, CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി കണ്ണൻ, KP വിനോദ് എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യരക്ഷാ പദ്ധതിയായ കവചത്തിന് തുടക്കമായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ഇടവിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇല്ലാതാക്കാനായി 1 ലക്ഷം രൂപയുടെ മരുന്നുകൾ കവചം പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകുമെന്ന് അറിയിച്ചു. KC പ്രദീപ്, NM പുഷ്പാകരൻ, നന്ദിനി സതീശൻ, KK പ്രകാശൻ, രാധ വിശ്വംഭരൻ, ഷീബ സുരേന്ദ്രൻ, ഹെൻറി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. നിരോധിത പുകയില, കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിരുന്ന പുതുക്കാട് സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന ടച്ചിങ്സ് ബേക്കറിക്കെതിരെ നടപടി സ്വീകരിച്ച പഞ്ചായത്ത് അധികൃതരെ KCBC മദ്യവിരുദ്ധ സമിതി പുതുക്കാട് ഫൊറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സെക്രട്ടറി ഉമ P ഉണ്ണികൃഷ്ണൻ, KCBC ഫെറോന പ്രസിഡന്റ് VM അഗസ്റ്റിൻ, സെക്രട്ടറി ലിജി കുണ്ടുകുളം, ഭാരവാഹികളായ PD സൈമൺ, TK ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിപത്ത്
എന്നുള്ള രീതിയിലാണ് ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ, കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഇത്തരം നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ലഹരിക്ക് അടിമപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന രീതിയിലേക്കുള്ള CBC മദ്യവിരുദ്ധ സമിതി തൃശ്ശൂർ അതിരൂപതയുടെ ഘടകമായ പുതുക്കാട് ഫൊറോനയുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിലെ ഇത്രയും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും അതുപോലെ തന്നെ സെക്രട്ടറിയെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ്, അതാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം, പത്രത്തിലൊക്കെ ഇന്നും. സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത ആളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പന്തലംകുന്നേൽ 40 വയസ്സുള്ള നിയാസാണ് അറസ്റ്റിലായത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും 15.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. പുതുക്കാട് ഇൻസ്പെക്ടർ വി സജീഷ് കുമാർ, SI-മാരായ PR സുധീഷ്, KA കൃഷ്ണൻ, GSCPO-മാരായ VD അജി, KR സജീവ്, CPO KV ശ്രീജിത്ത് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ മലപ്പുറം അങ്ങാടിപ്പുറത്ത് നിന്ന് പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കോടാലി GLP സ്കൂൾ സന്ദർശിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട മീനാക്ഷി മേത്തർ, മാധവ് എന്നീ ഉദ്യോഗസ്ഥരാണ് കോടാലി സ്കൂളിലെത്തിയത്. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ NK രമേശ്, കൊടകര BPC VB സിന്ധു എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപിക TM ശകുന്തള, PTA പ്രസിഡന്റ് PB ജോഷി, PTA, MPTA, SMC, OSA അംഗങ്ങളും ചേർന്ന് ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുകയും വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളായി കോടാലിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ശബ്ദമാകുക എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിൽ 11 വേദികളിലായി 250ഓളം കുട്ടികൾ പങ്കെടുക്കും. ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കവിയും എഴുത്തുകാരനുമായ KR ദേവദാസ് കടക്കവട്ടവും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLAയും ഉദ്ഘാടനം ചെയ്യും. ഫാമിലി മീറ്റ്, പുസ്തക ചർച്ച, പൈതൃക സംഗമം, ബുക്ക് ഫെയർ എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ SSF ഡിവിഷൻ പ്രസിഡന്റ് TM മുഹസിൻ റബ്ബാനി, ജനറൽ സെക്രട്ടറി KR സുഫിയാൻ, സാഹിത്യോത്സവ് ചെയർമാൻ CH യൂനസ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 31 വർഷമായിട്ട് SSF സാഹിത്യോത്സവ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും വിദ്യാർത്ഥികളിലുള്ള 25 വയസ്സിന് 5 വയസ്സിനും ഇടയിലുള്ള പ്രധാനമായുമുള്ള വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുക, അവരുടെ കഴിവുകൾ കേവലം ആസ്വാദനം മാത്രമല്ല സമൂഹത്തിന് കൂടി ഉപകരിക്കുന്ന രൂപത്തിൽ രാജ്യത്തിന് BKMU കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി ക്യാമ്പയിന്റെ ഭാഗമായി 3 ഏക്കർ തരിശുഭൂമി കൃഷിയിടമാക്കാനുള്ള പദ്ധതി ആരംഭിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. റോഷ്നി ജോസ് അധ്യക്ഷത വഹിച്ചു. BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, കൃഷ്ണൻകുട്ടി, CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, VK കരുണാകരൻ, പുഷ്പ ജോയ്, അമ്മിണി, സുരൻ, ലീല എന്നിവർ നേതൃത്വം നൽകി. തേക്കേക്കര AAYF യൂണിറ്റ് നൽകിയ വിത്തും പച്ചക്കറി തൈകളും ഉപയോഗിച്ച് മാട്ടുമല പ്രദേശത്തെ 2 ഏക്കർ ഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. പയർ, വെണ്ട, വഴുതിന, തക്കാളി, മുളക്, ചെണ്ടുമല്ലി, പൂ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വേലുപ്പാടം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. വേലുപ്പാടം സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. രജിസ്ട്രേഷനായി 9846218862 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ആശാരിക്കുന്ന് കൽക്കുടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കും. കൽക്കുടി സെന്ററിൽ ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന ചടങ്ങ് ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. KK രാമേന്ദ്രൻ MLA മുഖ്യാതിഥിയാകും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ സന്നിഹിതരാകും.
കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഒരു ഫാർമസിസ്റ്റിന്റെ ഒഴിവുണ്ട്. യോഗ്യത D.Pharm അല്ലെങ്കിൽ B.Pharm. താല്പര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുന്ന ഇന്റർവ്യൂവിൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകേണ്ടതാണ്. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അവരുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ സഹിതം ഈ മാസം 30 രാവിലെ 10 നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സ്വർണവില. സ്വർണം ഗ്രാമിന് 6400 രൂപയും പവന് 51,200 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട വെളിയത്തുപറമ്പിൽ മോഹനൻ ഭാര്യ ലളിത അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഹിമ, ലിമ, മിഥുൻ എന്നിവർ മക്കളും വിനോദ്, ഷിബു, കൃഷ്ണ എന്നിവർ മരുമക്കളുമാണ്. പച്ചളിപ്പുറം പന്തത്തറ കൊച്ചുമോൻ ഭാര്യ തങ്കമണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി കോരനോടി ആളുപറമ്പിൽ ഷാജു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി കോരനോടി പുതുക്കാട്ടുകാരൻ പൈലി മകൾ ലിസി അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആദ്യത്തെ ജനകീയ സദസ്സ് പുതുക്കാട് മണ്ഡലത്തിൽ നടന്നു. പുതുക്കാട് അടിപ്പാതയ്ക്ക് പ്രാഥമിക അനുമതി ലഭിച്ചതായി KK രാമേന്ദ്രൻ MLA. KSRTC സ്റ്റാൻഡിന് 7.24 ലക്ഷം രൂപയും അനുവദിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ചിൽ ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് 15ഓളം കാട്ടാനകൾ തമ്പടിച്ചത് ജനങ്ങളെ ഭീതിയിലാക്കി. ശക്തമായ മഴയിലും കാറ്റിലും ചെങ്ങാലൂരിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. വെള്ളിക്കുളങ്ങര മോനടി വഴിയിൽ ഓട്ടോറിക്ഷകൾക്ക് മേൽ മരം വീണു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇഞ്ചക്കുണ്ടിൽ കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.